നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രോഗകാരികളും രോഗവാഹകരും എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. അത്ലറ്റ്സ് ഫുട്ട് എന്ന അസുഖത്തിന് കാരണം ഫംഗസ്. അത്ലറ്റ്സ് ഫുട്ട് എന്ന അസുഖത്തിന് കാരണം ഫംഗസ്. റിലാപ്സിംഗ് പനിയുടെ രോഗവാഹകർ ടിക്കുകൾ. റിലാപ്സിംഗ് പനിയുടെ രോഗവാഹകർ ടിക്കുകൾ. നിപ്പ രോഗത്തിന് കാരണമായ ജീവി വൈറസ്. നിപ്പ രോഗത്തിന് കാരണമായ ജീവി വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം വൈവാക്സ് പ്രോട്ടോസോവ. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി പ്ലാസ്മോഡിയം വൈവാക്സ് പ്രോട്ടോസോവ. വട്ടച്ചൊറിക്ക് റിംഗ്വേം കാരണമായ ഫംഗസ് മൈക്രോസ്പോറം. വട്ടച്ചൊറിക്ക് അല്ലെങ്കിൽ റിംഗ്വേമിന് കാരണമായ ഫംഗസ് മൈക്രോസ്പോറം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോർഡറ്റല പെർട്ടുസിസ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണു ബോർഡറ്റല പെർട്ടുസിസ്. വെസ്റ്റ് നൈൽ രോഗം പ്രധാനമായും പരത്തുന്ന ജീവി ക്യൂലെക്സ് കൊതുക്. വെസ്റ്റ് നൈൽ രോഗം പ്രധാനമായും പരത്തുന്ന ജീവി ക്യൂലെക്സ് കൊതുക്. മുണ്ടിനീരിന് കാരണമായ രോഗാണു വൈറസ്. മുണ്ടിനീരിന് കാരണമായ രോഗാണു വൈറസ്. ഗൊണോറിയയ്ക്ക് കാരണമാകുന്ന രോഗാണു നൈസറിയ ഗൊണോറിയെ. ഗൊണോറിയയ്ക്ക് കാരണമാകുന്ന രോഗാണു നൈസറിയ ഗൊണോറിയെ. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്ഷി കൊതുക്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്ഷി കൊതുക്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ ഇന്ററോഗാൻസ്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ ഇന്ററോഗാൻസ്. വസൂരിക്ക് കാരണമാകുന്ന രോഗാണു വെരിയോള മേജർ. വസൂരിക്ക് കാരണമാകുന്ന രോഗാണു വെരിയോള മേജർ. കാൻഡിയാസിസിന് കാരണമായ ഫംഗസ് കാൻഡിഡ ആൽബിക്കൻസ്. കാൻഡിയാസിസിന് കാരണമായ ഫംഗസ് കാൻഡിഡ ആൽബിക്കൻസ്. കാല അസർ എന്ന രോഗം പരത്തുന്നത് സാൻഡ് ഫ്ലൈ. കാല അസർ എന്ന രോഗം പരത്തുന്നത് സാൻഡ് ഫ്ലൈ. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനം ഈഡിസ്. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകിനം ഈഡിസ്. ടൈഫസ് രോഗം പരത്തുന്ന ജീവി പേൻ. ടൈഫസ് രോഗം പരത്തുന്ന ജീവിയാണ് പേന്. രോഗവാഹകരുടെ ഏത് അവയവത്തിലാണ് എലിപ്പനിയുടെ രോഗകാരിയായ ലെപ്റ്റോസ്പൈറ കൂടിയിരിക്കുന്നത്? വൃക്ക. രോഗവാഹകരുടെ വൃക്കയിലാണ് എലിപ്പനിയുടെ രോഗകാരിയായ ലെപ്റ്റോസ്പൈറ കൂടിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് രോഗങ്ങളും ബാധിക്കുന്ന അവയവങ്ങളെയും കുറിച്ച് നോക്കാം. ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണ്. ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണ്. ബ്ലാക്ക് ഔട്ട് എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കം. ബ്ലാക്ക് ഔട്ട് എന്ന രോഗം മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. മലേറിയ ബാധിക്കുന്ന അവയവങ്ങളാണ് സ്പ്ലീൻ, പ്ലീഹ, കരൾ. മലേറിയ ബാധിക്കുന്ന അവയവങ്ങള് സ്പ്ലീൻ, അതായത് പ്ലീഹ, പിന്നെ കരൾ. ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്? വൃക്ക. വൃക്കയെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം അസ്ഥികൾ. ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം അസ്ഥികൾ. വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ. വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ. സ്പോണ്ടിലൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? നട്ടെല്ല്. സ്പോണ്ടിലൈറ്റിസ് നട്ടെല്ലിനെയാണ് ബാധിക്കുന്നത്. തിമിരം ബാധിക്കുന്ന അവയവം കണ്ണ്. തിമിരം ബാധിക്കുന്ന അവയവം കണ്ണ്. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് ഏത് ശരീരവ്യവസ്ഥയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയെയാണ്. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം വാതപ്പനി.
ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം വാതപ്പനി. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയെയാണ്? ശ്വസന വ്യവസ്ഥ. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ശ്വസന വ്യവസ്ഥയെയാണ്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം തലച്ചോർ. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം തലച്ചോർ. സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം ത്വക്ക്. സോറിയാസിസ് ബാധിക്കുന്ന ശരീരഭാഗം ത്വക്ക്. അൽഷിമേഴ്സ് എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കം. അൽഷിമേഴ്സ് രോഗം മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. അമിത മദ്യപാനം കാരണമുണ്ടാകുന്ന വെർണിക്കി കോഴ്സക്കോഫ് സിൻഡ്രോം ബാധിക്കുന്ന ശരീരഭാഗം മസ്തിഷ്കം. അമിത മദ്യപാനം കാരണമുണ്ടാകുന്ന വെർണിക്കി കോഴ്സക്കോഫ് സിൻഡ്രോം ബാധിക്കുന്ന ശരീരഭാഗം മസ്തിഷ്കം. ആന്ത്രാക്സ് ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ലിംഫ്, സ്പ്ലീൻ ഗ്രന്ഥി. ആന്ത്രാക്സ് ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ് ലിംഫ്, സ്പ്ലീൻ ഗ്രന്ഥി. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെ. ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്നത് കണ്ണിനെ. തിമിരം കണ്ണിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ലെൻസ്. തിമിരം കണ്ണിന്റെ ലെൻസിനെ ബാധിക്കുന്ന രോഗമാണ്. പയോറിയ ബാധിക്കുന്ന അവയവം മോണ. പയോറിയ ബാധിക്കുന്ന അവയവം മോണ. മുണ്ടിനീര്. മുണ്ടിനീര് എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഉമിനീർ ഗ്രന്ഥി. മുണ്ടിനീർ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവമാണ് ഉമിനീർ ഗ്രന്ഥി. സാർസ് എന്ന രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. സാർസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. 1901 ആദ്യമായി സിക്കിൾ സെൽ അനീമിയ രോഗനിർണയം നടത്തിയ ചിക്കാഗോയിലെ ഫിസിഷ്യനാണ് ജെയിംസ് ബി ഹെറിക്. 1901 ആദ്യമായി സിക്കിൾ സെൽ അനീമിയ രോഗനിർണയം നടത്തിയ ചിക്കാഗോയിലെ ഫിസിഷ്യനാണ് ജെയിംസ് ബി ഹെറിക്. 1960-കളിൽ MMR വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് മൗറിസ് ഹിൽമാൻ. 1960-കളിൽ MMR വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ മൗറിസ് ഹിൽമാൻ. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. എയ്ഡ്സ് രോഗാണുവിനെ കണ്ടെത്തിയത് ലുക് മൊണ്ടൈനർ, റോബർട്ട് ഗാലോ. എയ്ഡ്സ് രോഗാണുവിനെ കണ്ടെത്തിയത് ലുക് മൊണ്ടൈനർ, റോബർട്ട് ഗാലോ. സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ് എന്ന് കണ്ടെത്തിയതാര്? ജോൺ കോൺറാഡ് ഓട്ടോ. ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ് എന്ന് കണ്ടെത്തിയത് ജോൺ കോൺറാഡ് ഓട്ടോ. ട്യൂബർകുലോസിസ് രോഗത്തിന് ആ പേര് നൽകിയത് ജോഹാൻ ഷോൺലിൻ. ട്യൂബർകുലോസിസ് രോഗത്തിന് ആ പേര് നൽകിയത് ജോഹാൻ ഷോൺലിൻ. പേപ്പട്ടി വിഷത്തിനെ പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷത്തിനെ പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. അടുത്തത് രോഗങ്ങളും അപരനാമങ്ങളും എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ഭ്രാന്തി പശു രോഗം. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ഭ്രാന്തി പശു രോഗം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനി. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം യെല്ലോ ഫീവർ. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം യെല്ലോ ഫീവർ. രക്താർബുദത്തിന്റെ വൈദ്യശാസ്ത്രനാമം ലുക്കീമിയ. രക്താർബുദത്തിന്റെ വൈദ്യശാസ്ത്രനാമം ലുക്കീമിയ. രോഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്നത് ക്ഷയം. രോഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്നത് ക്ഷയം. ഗോയിറ്ററിന്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം. ഗോയിറ്ററിന്റെ മറ്റൊരു പേര് ഗ്രേവ്സ് രോഗം.
ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്തത. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്തത. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം കൺജക്റ്റിവൈറ്റിസ്. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം കൺജക്റ്റിവൈറ്റിസ്. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത് മിക്സഡിമ. ഗൾസ് രോഗം എന്നറിയപ്പെടുന്നത് മിക്സഡിമ. പറങ്കിപ്പുണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം സിഫിലിസ്. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ. ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം കോളറ. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം കോളറ. ഒട്ടകപ്പനി എന്നും അറിയപ്പെടുന്ന രോഗം മെർസ്. ഒട്ടകപ്പനി എന്നും അറിയപ്പെടുന്ന രോഗം മെർസ്. കാണിക്കോള ഫീവർ എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി. കാണിക്കോള ഫീവർ എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന രോഗം അൾഷിമേഴ്സ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന രോഗം അൾഷിമേഴ്സ്. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. പെർട്ടൂസിസ് എന്നും അറിയപ്പെടുന്ന അസുഖമാണ് വില്ലൻ ചുമ. പെർട്ടൂസിസ് എന്നറിയപ്പെടുന്ന അസുഖം വില്ലൻ ചുമ. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ. ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാദം, കഫം, പിത്തം. ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നത് വാദം, കഫം, പിത്തം. രാജകീയ രോഗം അതായത് റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. രാജകീയ രോഗം അതായത് റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ്. കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ്. കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ്. സന്നിപാത ജ്വരം എന്നറിയപ്പെടുന്ന രോഗം ടൈഫോയിഡ്. ബ്രെയിൻ അറ്റാക്ക് എന്നറിയപ്പെടുന്ന ജീവിതശൈലി രോഗമേത്? സ്ട്രോക്ക്. ബ്രെയിൻ അറ്റാക്ക് എന്നറിയപ്പെടുന്ന ജീവിതശൈലി രോഗം സ്ട്രോക്ക്. മെലിഞ്ഞ രോഗം അതായത് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. മെലിഞ്ഞ രോഗം അതായത് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം. പൈറക്സിയ എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ പനി. പൈറക്സിയ എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ പനി. താരന്റെ ശാസ്ത്രീയ നാമം പീറ്റിരായാസിസ് കാപ്പിറ്റിസ്. താരന്റെ ശാസ്ത്രീയ നാമം പീറ്റിരായാസിസ് കാപ്പിറ്റിസ്. അടുത്തത് നമുക്ക് രോഗങ്ങളും ടെസ്റ്റുകളും എന്ന ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് DNA ടെസ്റ്റ്. പിതൃത്വ പരിശോധന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് DNA ടെസ്റ്റ്. മൂത്രത്തിൽ ആൽബുമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ആണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. മൂത്രത്തിൽ ആൽബുമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. FPG ടെസ്റ്റ്, RPG ടെസ്റ്റ് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹ രോഗനിർണയം. FPG ടെസ്റ്റ്, RPG ടെസ്റ്റ് എന്നിവ പ്രമേഹ രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാസ്റ്റിൽ മെയർ ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? രക്തത്തിന്റെ സാന്നിധ്യം നിർണയിക്കാൻ. കാസ്റ്റിൽ മെയർ ടെസ്റ്റ് രക്തത്തിന്റെ സാന്നിധ്യം നിർണയിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബെനഡിക്ട് റീ ഏജന്റ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ. ബെനഡിക്ട് റീ ഏജന്റ് ടെസ്റ്റ് മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നു. നേവ ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കാനാണ് നടത്തുന്നത്? എയ്ഡ്സ്. നേവ ടെസ്റ്റ് എയ്ഡ്സ് രോഗം നിർണയിക്കാനാണ് നടത്തുന്നത്. പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാപ്സ്മിയർ ടെസ്റ്റ് എന്നതിലെ പാപ്പ് എന്നതിന്റെ പൂർണ്ണരൂപം പാപ്പാനിക്കോലാവ് ടെസ്റ്റ്.
പാപ്സ്മിയർ ടെസ്റ്റ് എന്നതിലെ പാപ്പ് എന്നതിന്റെ പൂർണ്ണരൂപം പാപ്പ നിക്കോലാവ് ടെസ്റ്റ്. സാന്തോപോട്രിക് ടെസ്റ്റ് ആഹാരത്തിലെ എന്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് സഹായിക്കുന്നത്? മാംസ്യം. സാന്തോപോട്രിക് ടെസ്റ്റ് ആഹാരത്തിലെ മാംസ്യത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് സഹായിക്കുന്നത്. ഇഷിഹാര ടെസ്റ്റ് ഏത് അവയവത്തിന്റെ പ്രവർത്തന വൈകല്യം മനസ്സിലാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്? കണ്ണ്. ഇഷിഹാര ടെസ്റ്റ് കണ്ണിന്റെ പ്രവർത്തന വൈകല്യം മനസ്സിലാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? രക്തത്തിലെ കൊളസ്ട്രോൾ. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് രക്തത്തിലെ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടതാണ്. ഏത് രോഗം നിർണയിക്കാനാണ് എലിസ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? എയ്ഡ്സ്. എയ്ഡ്സ് രോഗം നിർണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്. ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലെപ്രോമിൻ, ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ നടത്തുന്നത് ഏത് രോഗം നിർണയിക്കുന്നതിനാണ്? കുഷ്ഠം. ലെപ്രോമിൻ, ഹിസ്റ്റാമിൻ ടെസ്റ്റുകൾ നടത്തുന്നത് കുഷ്ഠം രോഗം നിർണയിക്കുന്നതിനാണ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടൈൻ ടെസ്റ്റ് അഥവാ ആപ്ലി ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം നിർണയിക്കാനാണ്? ക്ഷയം. ടൈൻ ടെസ്റ്റ് അഥവാ ആപ്ലി ടെസ്റ്റ് നടത്തുന്നത് ക്ഷയം രോഗം നിർണയിക്കാനാണ്. ഫെല്ലിങ്സ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ. ഫെല്ലിങ്സ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് മൂത്രത്തിലെ പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ. റോസ് ബംഗാൾ ടെസ്റ്റിലൂടെ നിർണയിക്കുന്ന രോഗം സിറോഫ്താൽമിയ. റോസ് ബംഗാൾ ടെസ്റ്റിലൂടെ നിർണയിക്കുന്ന രോഗം സിറോഫ്താൽമിയ. ഫേഡ് ബസ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉമിനീരിന്റെ സാന്നിധ്യം അറിയാൻ. ഫേഡ് ബസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഉമിനീരിന്റെ സാന്നിധ്യം അറിയാൻ. ട്രെഡ് മിൽ ടെസ്റ്റ് TMT ഏത് അവയവത്തിന്റെ പ്രവർത്തന വൈകല്യം പരിശോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയം. ട്രെഡ് മിൽ ടെസ്റ്റ് TMT ഹൃദയം എന്ന അവയവത്തിന്റെ പ്രവർത്തന വൈകല്യം പരിശോധിക്കാനാണ് ഉപയോഗിക്കുന്നത്. മെലിൻ ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂത്രത്തിലെ ബൈൽ പിഗ്മെന്റിന്റെ സാന്നിധ്യം അറിയാൻ. മെലിൻ ടെസ്റ്റ് മൂത്രത്തിലെ ബൈൽ പിഗ്മെന്റ് സാന്നിധ്യം അറിയാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് പോളിയോ എന്ന രോഗത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. പോളിയോയ്ക്ക് കാരണമായ വൈറസ് പോളിയോ വൈറസ്. പോളിയോയ്ക്ക് കാരണമായ വൈറസ് പോളിയോ വൈറസ്. പനിയും തലവേദനയുമായി ആശുപത്രിയിലെത്തിയ 4 വയസ്സുള്ള മിനിക്ക് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൈകാലുകൾക്ക് തളർച്ചയും തുടർന്ന് കാലുകൾക്ക് വൈകല്യം സംഭവിക്കുകയും ചെയ്തു. മിനിക്ക് പിടിപെട്ട രോഗം എന്താണ്? പോളിയോ. പനിയും തലവേദനയുമായി ആശുപത്രിയിലെത്തിയ 4 വയസ്സുള്ള മിനിക്ക് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൈകാലുകൾക്ക് തളർച്ചയും തുടർന്ന് കാലുകൾക്ക് വൈകല്യവും സംഭവിക്കുകയും ചെയ്തു. മിനിക്ക് പിടിപെട്ട രോഗമാണ് പോളിയോ. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ മെലിറ്റസ്. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം പോളിയോ മെലിറ്റസ്. ഏത് അവയവ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പോളിയോ? നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പോളിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.